ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമുക്കിന്ന് ഒരു സോയാബീൻ വെച്ച് ഒരു തോരൻ ഉണ്ടാക്കാം. ഞാനിവിടെ വളരെ കുറച്ച് സോയാബീൻ എടുത്തിട്ടുണ്ട്, ഒരു 10-20 എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് 2 ഗ്ലാസ് വെള്ളം ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്ത് ഒന്ന് ചൂടായതിന് ശേഷം അതിനകത്ത് ഇച്ചിരി 1 സ്പൂൺ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഈ സോയാബീനും കൂടി ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാവേ. ഇതൊരു തോരനാണ് നമ്മൾ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇതിന് ഒന്ന് തണുത്ത വെള്ളത്തിൽ ഇട്ടിട്ട് 2-3 വട്ടം തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി വെള്ളം കംപ്ലീറ്റ് ഊറ്റി മാറ്റി വയ്ക്കാവേ. എന്നിട്ട് ഇതിനെ മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങ് ക്രഷ് ആക്കരുത്, ജസ്റ്റ് ഒന്ന് ഒരു അടിച്ചിട്ട് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റൗവിലോട്ടൊരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. അതിനകത്തോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുക് വറുക്കാൻ വേണ്ടിയിട്ടാണ്. ഇച്ചിരി വെളിച്ചെണ്ണ മതി, 1-1.5 ടീസ്പൂൺ മതി. എന്നിട്ട് കുറച്ച് കടുകിട്ട് കൊടുക്കാം. അത് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലയും ഇട്ട് ഞാനിവിടെ 1 കപ്പിൽ ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ച് ആണ്, ചതച്ചല്ല നമ്മുടെ ചോപ്പറിൽ വെച്ചിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്താണ്. അതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കാം. എന്നിട്ടൊരു 10-20 വെളുത്തുള്ളിയും കൂടി ചതച്ച് അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാമേ. എന്നിട്ട് കുറച്ച് വറ്റൽ മുളക് ഒന്ന് ക്രഷ് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ വേറെ മുളക് പൊടിയൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല, ഈ ഒരു ക്രഷ് ചെയ്ത മുളകാണ് ചേർക്കുന്നത്. പിന്നെ ഇച്ചിരി കുരുമുളകും കൂടെ ചേർക്കും, അത്രയേ ഉള്ളൂ. നമ്മുടെ എരിവിന് അനുസരിച്ച് ഇത് ചേർക്കാം. മുളക് പൊടി ചേർക്കുന്നതിനേയും കാട്ടി ഇത് ചേർക്കുന്നതാണ് നല്ലത്. എന്നിട്ട് നമുക്ക് ഒരത്യാവശ്യം വലിപ്പമുള്ള സവാള അതും കൂടെ ഒന്ന് ചോപ്പ് ചെയ്ത് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയാബീനും കൂടെ ഇതിനകത്ത് തട്ടിയിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാവേ. നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കുരുമുളകും വറ്റൽമുളകൊക്കെ ചേർത്ത് കൊടുക്കാവേ. ഞാൻ എൻ്റെ ഒരളവാണ് ഇതിനകത്ത് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്ത് ഇതിനെല്ലാം കൂടി ഒരുമിച്ചൊന്നാക്കി ഒരു മൂടി വെച്ച് അടച്ച് ഒരു 5 മിനിറ്റ് ആവിയിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് തേങ്ങയൊക്കെ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ്. ഇത് തേങ്ങ ഇല്ലാതെ ഉണ്ടാക്കുമ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ കുറച്ച് തേങ്ങയും കൂടെ ഇടപ്പോഴത്തേക്കാണ് എനിക്ക് ഇച്ചിരി ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത്. മൂടി തുറന്ന് നല്ലപോലെ നമുക്ക് ഇളക്കി തേങ്ങ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നമുക്ക് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. നല്ല ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് 1 സ്പൂൺ കറി മസാലയും പിന്നെ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതും കൂടെ കുറച്ചിട്ട് കൊടുക്കാവേ. എന്നിട്ട് നല്ലപോലെ ഇളക്കി എടുക്കാം. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് ഒരിക്കലും സോയാബീൻ വെച്ച് ഉണ്ടാക്കിയ തോരനാണെന്ന് പറയത്തില്ല. നമ്മൾ ചിക്കനൊക്കെ തോരൻ വയ്ക്കത്തില്ലേ, അതെന്നേ പറയുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നാളെ വേറൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.